മുൻ നിലപാട് തിരുത്തി വി ഡി സതീശൻ കൊള്ളാവുന്ന നേതാവെന്ന പ്രതികരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശനുമായി വഴക്കില്ല. UDF തോറ്റാൽ വി ഡി സതീശൻ വനവാസത്തിന് പോകരുതെന്നും വെള്ളാപ്പള്ളി. കാരണം 100 കിട്ടാൻ പോകുന്നില്ല, അദ്ദേഹം കിട്ടിയ അദ്ദേഹം ഒരിക്കലും പോകരുത്. അങ്ങനെ കൊള്ളാവുന്നൊരു പൊതുപ്രവർത്തനമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹത്തിനാ വനവാസത്തിന് പോണത്? ആവേശം കയറിയ അനാവശ്യമായ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യം അദ്ദേഹം ചെയ്യരുതേ എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. എനിക്കൊരു ഇടയ്ക്ക് പ്രസിദ്ധാനിഷ്ഠമായിട്ട് അഭിപ്രായങ്ങൾ പറയും. ഞാൻ അദ്ദേഹത്തെ തീർക്കേണ്ട കാര്യം എന്നാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കുന്നില്ല, അദ്ദേഹം എൻ്റെ സ്ഥാനവും വഹിക്കുന്നില്ല. പിന്നെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലതും എനിക്ക് യോജിപ്പും ഉണ്ടാകും. നീക്കറിയാലോ, പണ്ട് ഞങ്ങൾ ചക്കരയും പീരായിട്ട് ഇവിടെ നടന്നതല്ലേ? എന്ത് തെറ്റിപ്പോയി? എന്നെ അവഗണിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യല. അനുഗ്രഹിക്കാത്ത ദേവി എന്തിനാ കുമ്പിടണം? അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗ് നിലപാടിനെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാണക്കാടാകുന്നുവെന്നാണ് വിമർശനം. തുടർച്ചയായി 10 വർഷത്തെ LDF ഭരണം താഴെത്തട്ടിൽ അണികളെ ആലസ്യത്തിലാക്കിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഹൈക്കമാൻഡും പറഞ്ഞാൽ അവരുടെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ പണക്കാട്ടെന്ന് പറയുന്നത് സതീശനായിരിക്കുന്നു. അപ്പോൾ ആരാണ് ഹൈക്കമാൻഡ്? പണക്കാട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ അത് തെറ്റാണെന്ന് പറയാൻ നിൽക്കുമോ? ഏതായാലും എത്ര വലിയവരായാലും ചെറിയവരായാലും പറഞ്ഞത് ശരിയായില്ല. അത് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഒരു ഘടകകക്ഷി എന്നതിൽ അവർക്കില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ഇടതുപക്ഷ ഭരണം അല്ല, UDF ഭരണം വന്നാൽ ഇവിടെ ഭരിക്കുന്നത് ആരായിരിക്കും? ലീഗ് ആയിരിക്കുന്നു. ഇപ്പോൾ തന്നെ തോന്നാവുന്ന ഒരു ചിന്തയിലായില്ലേ ഇവിടെ കാര്യങ്ങൾ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.